സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഓൺ പേജ് SEO ഫാക്ടേഴ്സ് ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീവേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് SEOയെ പറ്റിയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് നോക്കി. സോ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലാണ് കവർ ചെയ്യുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ, കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. കീവേഡ് റിസർച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി ലോങ് ടൈം പ്രോസസ്സാണ്, 6 hours എങ്കിലും എടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് സത്യത്തിൽ. സോ നമ്മളിത് ജസ്റ്റ് ഒരു മീൻസ് ഓവർവ്യൂ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് ആ കീവേഡ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന കീവേഡ്സ് ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ച് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓർത്തോപെഡിക് സർജൻ വെച്ച് നോക്കാം, ഏത് രീതി വേണം നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ച് നോക്കാം. ഇപ്പോൾ ഡിജിറ്റൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ വെബ്സൈറ്റിനെ എനിക്ക് അവിടെ ഒപ്റ്റിമൈസ് ചെയ്യണം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ ബാംഗ്ലൂർ എന്ന് സെർച്ച് ചെയ്യുന്ന കീവേഡിൽ എൻ്റെ വെബ്സൈറ്റിനെ എനിക്ക് അവിടെ കാണിക്കണം. സോ എന്താണ് ഞാൻ കീവേഡ് റിസർച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റർ റിസർച്ചാണ്. കോമ്പറ്റീറ്റർ റിസർച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതേ സെയിം കീവേഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ ബാംഗ്ലൂർ. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടി. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് വിട്ടേക്കും. നമുക്ക് വേണ്ടത് ഓർഗാനിക് റിസൾട്ടാണ്. സോ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സും വിട്ടേക്കും. താഴെ വരുമ്പോഴത്തേക്ക് പീപ്പിൾ ഓൾസോ ആസ്കും വിട്ടേക്കും. അതിൻ്റെ താഴെ വരുമ്പോൾ ബ്ലോഗ്സ് വിടുക. നമുക്ക് വേണ്ടത് കമ്പനീസിൻ്റെ സൈറ്റ്സ് ആണ്. സോ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഇപ്പം ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആണെന്നുള്ളത് മനസ്സിലായല്ലോ. സോ അത് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യണം. സോ ഞാനിപ്പം ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ URL ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ബ്രാൻഡ് സ്റ്റോർ ഞാൻ കോപ്പി ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് ഞാനൊരു പുതിയൊരു ഷീറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചോട്ടെ. ഓക്കെ, അയ്യോ എൻ്റെ ക്യാമറ കാണുന്നില്ലല്ലോ, എൻ്റെ ക്യാമറ മിസ്സായി. അയ്യോ എൻ്റെ ക്യാമറ ഓഫായി. ഓക്കെ, ഓണാവുന്നുണ്ടേ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്നും എടുത്തൊന്നും മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പുതിയ ഷീറ്റിൽ ഞാൻ എന്ത് ചെയ്യണം? കോമ്പറ്റീറ്റർ ലിസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കോമ്പറ്റീറ്റർ ലിസ്റ്റിൻ്റെ അത് ഞാൻ എന്ത് ചെയ്തു? ബ്രാൻഡ് സ്റ്റോറിയുടെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചോട്ട് വന്നിരിക്കുന്ന സാധനം ഞാൻ എടുത്ത് പേസ്റ്റ് ചെയ്തു. ബ്രാൻഡ് സ്റ്റോറി നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആണ്. ഓക്കെ, സെക്കൻഡ് എനിക്ക് നോക്കേണ്ടത് അടുത്ത കോമ്പറ്റീറ്റർ ആരാണെന്നുള്ളത് നോക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് നമ്മളെവിടെയാണ് സെർച്ച് ചെയ്തത്? യെസ്, ഇവിടെ തന്നെ. സോ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജി മാർക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് അടുത്തത് നമ്മുടെ കോമ്പറ്റീറ്റർ. ഓക്കെ, സോ ഞാൻ അതും എടുത്തു. അതും ഞാൻ എടുത്തിട്ട് ഞാൻ നമ്മുടെ URL മീൻസ് നമ്മുടെ എന്താണോ അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് എടുക്കാം. നമുക്ക് മിനിമം നമ്മളൊരു 10 എണ്ണം എടുക്കണം. ഞാനിവിടെ ഒരു 2-3 എണ്ണം എടുത്ത് കാണിക്കാം, കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ടൈം എടുക്കും നമ്മുടെ വീഡിയോ തീരാൻ. ഓക്കെ, അടുത്ത ഒരു കോമ്പറ്റീറ്ററിനെയും കൂടെ നമുക്ക് ചൂസ് ചെയ്യാം. ഡിജിമാർക്ക് കഴിഞ്ഞു, ഇനി ലിങ്ക്ഡിൻ നമുക്ക് വേണ്ട. യെസ്, ദിസ് വൺ എന്താണ്? പെർക്കോയോടെ സൈറ്റും കൂടെ നമുക്ക് എടുത്തേക്കാം. പെർക്കോയോടെ സൈറ്റ് ഒന്ന് ഓക്കെ, അതിനുശേഷം നമ്മൾ പെർക്കോയോ എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ എടുത്തു. ഓക്കെ, URL കോപ്പി ചെയ്ത് വെച്ചു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവരുടെ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ എടുക്കണം. മെറ്റാ ടൈറ്റിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെയിറ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ അവരുടെ ഡേറ്റാസ് നമ്മൾ കുറച്ച് കളക്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ നമ്മളൊരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് SERP പേജിൽ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നമുക്ക് ഇത് ഓൾറെഡി ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊന്ന് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാനിത് ഓൾറെഡി ചെയ്തതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു വീണ്ടും.
ഓക്കെ, നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നെയിം ആയിരിക്കും ഫസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ എന്ത് URL ആണോ അത് നമ്മുടെ കാണിക്കും. ഏത് URL ആണോ ഇപ്പോൾ ഈ സെർച്ച് റിസൾട്ടിൽ വന്നിരിക്കുന്നത് അത് കാണിക്കും. അതിനുശേഷം നമ്മുടെ മെറ്റാ ടൈറ്റിലാണ് കാണിക്കുന്നത്. മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പേജിൻ്റെ ഒരു ടൈറ്റിലാണ്, മെറ്റാ ടൈറ്റിലാണ്. ഞാനത് എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്നതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? നമുക്കിപ്പം വന്നിരിക്കുന്നത് ബ്രാൻഡിൻ്റെ നെയിം, അതിൻ്റെ തൊട്ട് താഴെ URL, അതിൻ്റെ തൊട്ട് താഴെ മെറ്റാ ടൈറ്റിൽ, അതിൻ്റെ തൊട്ട് താഴെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സൈറ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത്. താഴോട്ട് നോക്കിക്കോളൂ, എല്ലാ കമ്പനീസും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ താഴോട്ട് നോക്കിക്കോളൂ, ലിങ്ക്ഡിൻ്റെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സൈറ്റിൻ്റെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിവിടെ എക്സ്ട്രാ ഒരു സാധനം കണ്ടിട്ടുണ്ടാവാം, ഇവിടെ കുറച്ച് ലിങ്ക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യണം. സൈറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ സൈറ്റ് ലിങ്ക്സ് പറയുന്ന ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന സൈറ്റിന് സൈറ്റ് ലിങ്ക്സ് അവൈലബിൾ ആണ്. ഓക്കെ, സൈറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൈറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള വേറെ പേജസിൻ്റെ ലിങ്ക് സെർച്ച് റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് SEO കമ്പനി ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന പേജിലോട്ട് എനിക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? ഈ ഒരു ഡിജിമാർക്കിൻ്റെയൊക്കെ സൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ എന്താണെന്നുള്ളത് കണ്ടോ? ഇതിൻ്റെ അകത്ത് പോയി വേണം എനിക്ക് ഈ പറയുന്ന ബാക്കി എന്തെങ്കിലും പേജസ് ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാം. ബട്ട് ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഓൾറെഡി ഞാനിപ്പോൾ കൊടുത്ത കീവേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് SEO, PPC, കണ്ടന്റ് മാർക്കറ്റിംഗ് എല്ലാം. സോ അതിൻ്റെ URLസും കൂടെ അവർ SERP പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ ആ ഒരു റീസൺ കൊണ്ടാവാം അത് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഇപ്പം ഞാൻ SEO ചെയ്യുന്നു, അവരും SEO ചെയ്യുന്നു. സോ എന്നെക്കാളിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർ SEO ചെയ്യുന്നത് കൊണ്ടാവാം അവർ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ അവരെക്കാളിലും നല്ല രീതിയിൽ നമ്മൾ ബെറ്റർ ആയിട്ട് SEO ചെയ്താലേ നമുക്ക് ടോപ്പ് പൊസിഷനിൽ വരാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഒരു എക്സ്ട്രാ നമുക്ക് ഒരുപാട് റാങ്കിങ് ഫാക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ അത് ഒരുപാട് റാങ്കിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ലോഡിംഗ് ടൈം, വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം പോലും ഫാക്ടേഴ്സാണ്. എൻ്റെ വെബ്സൈറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ലോഡ് ചെയ്യും, നിങ്ങളുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ കുറേ ടൈം എടുത്താണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിന് ഒരു റാങ്ക് കൂടുതൽ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ്. സോ ഇവിടെ സൈറ്റ് ലിങ്ക്സ് വന്നിട്ടുണ്ട്. സൈറ്റിൻ്റെ അകത്തുള്ള ലിങ്ക്സിനെ അവർ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ SEOയുടെ ഒരു പ്രോസസ്സാണ്, റിച്ച് സ്നിപ്പറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതിലൂടെ നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. മനസ്സിലായി? സോ അവരത് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റാങ്കിങ് ഫാക്ടർ കൊണ്ടാവാം അവർ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അത് ഒറ്റ കാരണമല്ല, ഒരുപാട് കാരണങ്ങളിൽ ഒന്ന്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് വെബ്സൈറ്റിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഒരു ബ്രാൻഡിൻ്റെ നെയിം കാണും, അതിൻ്റെ തൊട്ട് താഴെ URL കാണും, അതിൻ്റെ തൊട്ട് താഴെ ടൈറ്റിൽ കാണും, അതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ കാണും. പിന്നെ ചില സൈറ്റ്സിന് ഈ പറയുന്ന പോലെ സൈറ്റ് ലിങ്ക്സ് അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ബാംഗ്ലൂർ എന്നാണ് ഇവരുടെ ടൈറ്റിൽ. സോ നമ്മൾ ഇതൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ബാംഗ്ലൂർ, ഞാനത് കോപ്പി ചെയ്തു. അതിന് ശേഷം നമ്മുടെ ഡിജിമാർക്ക് ഏജൻസിയുടെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്മുടെ പെർക്കോയോ എന്ന് പറയുന്ന കമ്പനിയുടെ ടൈറ്റിലും ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതും എടുത്തു. മെറ്റാ ഡിസ്ക്രിപ്ഷനും നമുക്ക് ഇതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും എടുക്കണം. ബ്രാൻഡ് സ്റ്റോറിയുടെ ഞാൻ എടുത്തു. ഓക്കെ, ബ്രാൻഡ് സ്റ്റോറിയുടെ ഞാൻ എടുത്തു മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ഡിജിമാർക്കിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കണം. ഓക്കെ, അടുത്തത് നമ്മുടെ പെർക്കോയോടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യം എടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇവിടെ ബ്രാൻഡ് സ്റ്റോറിയുടെ ഫുൾ എന്താണ് ടൈറ്റിൽ അല്ലെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഡിജിമാർക്ക് ഏജൻസിയുടെ മെറ്റാ ടൈറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ഡോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്തപ്പോഴും ഇതേ രീതിയിൽ ഡോട്ട് കാണുന്നുണ്ട്. ഇവിടെയും ഡോട്ട് വന്നിട്ടുണ്ട്, ഇവിടെയും ഡോട്ട് വന്നിട്ടുണ്ട്. സോ ആ ഡോട്ട് വന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഒരു മെറ്റാ ടൈറ്റിലിൻ്റെ ക്യാരക്ടർ ലിമിറ്റ് ഉണ്ട്. മനസ്സിലായോ? സോ നമ്മൾ കറക്റ്റായിട്ട് ക്യാരക്ടർ ലിമിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 60 to 70 ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് മെറ്റാ ടൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഡോട്ട് വരില്ല. മനസ്സിലായോ?
അവരത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഡോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ ക്യാരക്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് 150 to 160 ആണ്. അവർ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെയും ഇതുപോലെ ഡോട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ, നമ്മൾ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യും. കീവേഡ് റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ആ കീവേഡ് യൂസ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവരുടെ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും അനലൈസ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റാ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സൈറ്റിനെ പറ്റിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർത്തോപെഡിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റ്, എനിക്ക് ഓർത്തോപെഡിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ MBBS അല്ല പഠിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ നിന്ന് നമ്മൾ നല്ല രീതിയിൽ റെഫർ ചെയ്യണം. സോ ആ റെഫറൻസിനേക്കാളിലും ഒരുപാട് ടൈം എടുക്കുന്നതിനേക്കാളിലും ബെറ്ററാണ് നമ്മുടെ കോമ്പറ്റീറ്ററിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അവരെങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായി? കോമ്പറ്റീറ്റർ അനാലിസിസ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി അടിക്കുകയല്ല, നമ്മൾ കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്യുകയാണ്. മനസ്സിലായോ? നമ്മൾ ഒരു ടൈം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും, അവരുടെ ബിസിനസ്സിനെ പറ്റിയിട്ട്. സോ നമുക്ക് എന്ത് മനസ്സിലായി? ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്ന സൈറ്റിന് ഒരു സൈറ്റ് ലിങ്ക്സും കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. സോ നമ്മുടെ സൈറ്റിൻ്റെ അകത്ത് നമ്മൾ സൈറ്റ് ലിങ്ക്സിനുള്ള ഒരു പ്രോസസ്സ് എന്താണോ അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്കും ടോപ്പ് പൊസിഷനിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ ബേസിക് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, സോ ഇത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ സൈറ്റ് മാപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. സൈറ്റ് മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ pradeepbala.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ സൈറ്റ് മാപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. sitemapp.xml എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റാണ് XML ഫോർമാറ്റാണ്. സോ ഇത് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. sitemapp.xml നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിളിൻ്റെ GPS എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറിയാത്തൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആണല്ലോ. അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ്. നമ്മളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ഗൂഗിളിന് അറിയില്ല ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ടെന്നുള്ളത്. ഗൂഗിളിൻ്റെ സെർവറിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് ആ ഇൻഫർമേഷൻ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുന്നു, ആ കാര്യം എനിക്കറിയാമെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും തന്നെ. ഗൂഗിളിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഗൂഗിളിൻ്റെ സെർവറിൽ ആ ഇൻഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിന് ഒരിക്കലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ കാണിക്കാൻ പറ്റില്ല. സോ നമ്മളുടെ വെബ്സൈറ്റ് ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടെന്നുള്ളത് ഗൂഗിളിനെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഗൂഗിളിന് നമ്മുടെ വെബ്സൈറ്റിനെ ഈ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ നമ്മുടെ സൈറ്റിനെ ഇൻഡെക്സ് ചെയ്യുക എന്നൊരു പ്രോസസ്സുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇൻഡെക്സ് ചെയ്ത് മീൻസ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിളിനെ അറിയിച്ചു ഇങ്ങനൊരു സൈറ്റ് ഉണ്ട് എന്ന് അറിയിച്ചു കഴിയുമ്പോൾ ഗൂഗിൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ബോട്ടുണ്ട്. അതിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ബോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോളേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗൂഗിൾ സ്പൈഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊരു എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ഓക്കെ, ഗൂഗിൾ ബോട്ട്. ഇമേജസ് എടുത്താൽ നമുക്ക് കുറച്ച് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സംഭവം കിട്ടും. ഒരു സ്പൈഡേഴ്സ് എന്നൊക്കെ പറയും. ഇത് കണ്ടോ, ഈ ഒരു ഫോർമാറ്റിലൊക്കെ ഇരിക്കും. ഇങ്ങനെ നമ്മളൊരു സാങ്കല്പിക കഥാപാത്രം ഇത് വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗൂഗിൾ സ്പൈഡേഴ്സ് എന്നും കൂടെ പറയുന്നത്. മനസ്സിലായോ? സ്പൈഡറിൻ്റെ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ഇൻഫർമേഷനൊക്കെ എടുത്തുകൊണ്ട് പോയി സെർവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് മീൻസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻ കാണിക്കുന്നത്. സോ ഗൂഗിൾ ബോട്ട് ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊരുമാതിരി വേറെ അറിയാത്തൊരു സ്ഥലത്ത് പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഗൂഗിൾ ക്രോളേഴ്സിന് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വഴി പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? സൈറ്റ് മാപ്പാണ്, സൈറ്റിൻ്റെ മാപ്പാണ്. മനസ്സിലായോ? സൈറ്റിൻ്റെ മാപ്പ്. ഒരു ക്രോളേഴ്സ് സൈറ്റ് വന്നു കഴിഞ്ഞാൽ എവിടൊക്കെയാണ് എന്തൊക്കെ ഇൻഫർമേഷൻ എവിടൊക്കെയാണ് കിടക്കുന്നതെന്ന് ക്രോളേഴ്സിന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഫയലാണ് സൈറ്റ് മാപ്പ്. മനസ്സിലായോ? അപ്പം ക്രോളേഴ്സ് ഈ സൈറ്റ് മാപ്പിൻ്റെ ഫോർമാറ്റിലായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ പ്രയോറിറ്റി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, 1 ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ 1 എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. സോ അതിനായിരിക്കും ക്രോളേഴ്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഹോം പേജിലെ കണ്ടന്റ് കൂടുതലായിട്ട് എടുത്തുകൊണ്ട് പോകും. സോ നമുക്ക് ഈ പ്രയോറിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഞാനത് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സൈറ്റ് മാപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ ബേസിക് ആയിട്ട് നമുക്കൊരു ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ സൈറ്റ് മാപ്പിനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? sitemapp.xml ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സൈറ്റ് മാപ്പ് നമുക്ക് നമ്മുടെ SEOയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ടൂൾസ് അവൈലബിൾ ആണ്. ടൂൾ യൂസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ,
sitemap.xml ജനറേറ്ററിൻ്റെ അകത്ത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ URL ഒന്ന് എടുക്കുകയാണ്, സൈറ്റ്മാപ്പ് ഇല്ലാതെ. ഓക്കെ, സൈറ്റ്മാപ്പ് ഇല്ലാതെ ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ URL ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ sitemap.xmlൻ്റെ ഈ ഒരു XML സൈറ്റ്മാപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് അത് ക്രോൾ ചെയ്ത് നമുക്കൊരു സൈറ്റ്മാപ്പ് ഫയൽ ഉണ്ടാക്കി തരും. ഇത് നമുക്ക് മാനുവലായിട്ടും ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പം ജസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് കാണിച്ചാണ്. ഈ സൈറ്റ്മാപ്പ് നമ്മുടെ cPanel നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫയൽസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അപ്ഡേറ്റഡ് ആവും. ഓക്കെ, സോ ഇത് വളരെ എവിടെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇതിങ്ങനെ ക്രോൾ ചെയ്ത് നമുക്കൊരു ഫയൽ ഉണ്ടാക്കി തരും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. sitemap.xml എന്ന് പറയുന്ന ഫോർമാറ്റിൽ തന്നെ വേണം. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വേറെ സൈറ്റ്മാപ്പ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന sitemap 1 അല്ലെങ്കിൽ sitemap 2 എന്നൊക്കെ കാണിക്കും. അങ്ങനെ പാടില്ല. നമ്മൾ അത് റീനെയിം ചെയ്യുക, sitemap.xml എന്ന് തന്നെ ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എറർ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മനസ്സിലായോ? കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇതിപ്പോൾ കുറച്ച് ലാഗുണ്ട്. ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇത് വെച്ച് നിർത്തി, ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫുൾ സാധനങ്ങളും ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവാം. സോ അത് നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളും എടുത്തു പോകണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്യൂച്ചറിലോട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മളത് നമ്മുടെ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റീസിലും അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളതിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുണ്ട്. ഇതൊക്കെ ഫ്യൂച്ചർ പരിപാടിയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. നമുക്കിപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യാം. സോ വ്യൂ സൈറ്റ്മാപ്പ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് XML സൈറ്റ്മാപ്പ് എന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ sitemap4.xml എൻ്റെ സിസ്റ്റത്തിൻ്റെ അത് ഒരുപാട് സൈറ്റ്മാപ്പ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാതെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലീഡ് ചെയ്ത്. ഓക്കെ, ഈ സാധനമാണ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലായോ? ഇതിനെ റീനെയിം ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സൈറ്റ്മാപ്പ് മനസ്സിലായോ? റൂട്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. വെബ്സൈറ്റിൻ്റെ അകത്തുള്ള പേജസിൻ്റെ റൂട്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ സൈറ്റ്മാപ്പ്. സോ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട്. വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ robots.txt ഫയലുണ്ട്. robots.txt അതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു മാപ്പ് കൊടുത്തിട്ടാണ് ക്രോളേഴ്സിനെ കൊണ്ട് ക്രോൾ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു, ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ. സോ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പേജിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് robots.txt ഫയലിൻ്റെ അകത്ത് ഇവിടെ അലവിന് പകരം ഡിസലവ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേജ് ഏതാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അബൌട്ട് അസ് കാണിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് എടുക്കുക. ഇത് നോട്ട് പാഡിലാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരെണ്ണം വേർഡിൽ ഞാൻ ഒരെണ്ണം പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഷീറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഷീറ്റാണ് എടുത്തത്. സോറി നമുക്ക് ഡോക്സ് എടുക്കാം. ഡോക്സിൽ വന്ന് ഞാനൊരു ഡോക്യുമെൻ്റ് എടുത്ത് ഇത് നമ്മൾ നോട്ട് പാഡിലാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അത് വേസ്റ്റ് ആവുന്നില്ല. നമ്മുടെ മാക്കിൻ്റെ വലിയ പരിപാടിയുണ്ട്. എന്തോന്നറിയോ, എനിക്കിത് ഉപയോഗിക്കാൻ അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. ഞാനത് കോപ്പി ചെയ്തിട്ട് സാധനം വരുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത്. ഇപ്പോൾ യൂസർ ഏജൻറ്റ് :* എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ഓരോ പരിപാടി. ഈ വേർഡ് വർക്കാവുന്നില്ല. ഹെഡറോ ഓക്കെ, യൂസർ അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. എന്തെങ്കിലുമായിട്ട് യൂസർ ഏജൻറ്റ് നമ്മുടെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. യൂസർ ഏജൻറ്റ് : എന്നിട്ട് നമ്മളൊരു സ്റ്റാർ ഇടും. സ്റ്റാർ അതെന്തിനാണെന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. യൂസർ ഏജൻറ്റ് :
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ അല്ലെങ്കിൽ ഡിസലോ. ഇപ്പോൾ അലോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ അലോ അടിച്ചിടാം, A ക്യാപിറ്റലാണ്. അലോ അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ട് ഞാനൊരു വര കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയോ? എൻ്റെ വെബ്സൈറ്റിലുള്ള എല്ലാ പേജിനും ഞാൻ അലോ ചെയ്തിരിക്കുകയാണ് ബോട്ടിനെ. ഒന്നും നമ്മൾ തടയുന്നില്ല, നിങ്ങളെല്ലാ ഇൻഫർമേഷനും എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഡിസ്സും കൂടെ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഡിസ് അലോ ആണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ഒരു ഇൻഫർമേഷനും അവരെടുത്തുകൊണ്ട് പോകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പേജ് മാത്രം ഡിസലോ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ എബൌട്ട് അസ് പേജ് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടണം. മനസ്സിലായോ? അപ്പോൾ എബൌട്ട് അസ് പേജ് അവർ ക്രോൾ ചെയ്യില്ല. മനസ്സിലായോ? ഈ സ്റ്റാർ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് തോന്നിക്കാണും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇതല്ല, ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഗൂഗിൾ ബോട്ടെന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഇങ്ങനെ എഴുതി കൊടുത്താൽ ഗൂഗിളിൻ്റെ ബോട്ട് എന്ത് ചെയ്യും? ഇൻഫർമേഷൻ എബൌട്ടിൽ കയറില്ല. അതുപോലെ തന്നെ യാഹു എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. മനസ്സിലായോ? സോ യാഹു ബോട്ടും ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ബിങ് ബോട്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ എല്ലാത്തിനെയും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണ്? ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. സോ ഈ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാ ബോട്ടിനും ഈ താഴെ കൊടുത്തിരിക്കുന്ന സാധനം ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനെ നമ്മൾ നോട്ട് പാഡിലാണ് ചെയ്യേണ്ടത്. എൻ്റെ നോട്ട് പാഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് ജസ്റ്റ് കോപ്പി ചെയ്ത് റോബോട്ട്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പം ഈ സാധനം നമ്മുടെ സൈറ്റിൻ്റെ അകത്ത് ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ URL കൂടെ നമ്മളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ റോബോട്ട്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. റോബോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോട്ട് പാഡിലാണ്. എന്തിൻ്റെ പർപ്പസിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനിൽ ചോദിക്കണം. റോബോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ ബോട്ട് വന്നിട്ട് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും പേജിൽ ഇൻഫർമേഷൻ ഗൂഗിളിൽ കാണിക്കേണ്ട എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് പറയാം, ഡിസലോ പറ്റത്തില്ല എന്ന് പറയണം. അതിനാണ് നമ്മൾ robots.txt ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതൊക്കെ എവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട് വരാം. cPanel-ൻ്റെ അകത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും അത് കാണിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈവ് സെഷനിൽ കാണിച്ചു തരും ഇത് എവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. മനസ്സിലായോ? എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നമുക്കിനി വേഡ്പ്രസ് സൈറ്റിൻ്റെ അകത്തുള്ള എന്തൊക്കെ പരിപാടികളാണെന്നുള്ളത്, നമുക്ക് യോസ്റ്റ് SEO പ്ലഗിൻ എന്തൊക്കെ പരിപാടികളാണ്, ഇതെല്ലാം നമുക്ക് നോക്കണം. മീൻസ് ഞാൻ നമ്മുടെ പ്രദീപ് ബാലയുടെ സൈറ്റ് തന്നെ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് വേഡ്പ്രസ് സൈറ്റിൻ്റെ അകത്തുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ SEO ചെയ്യുന്നതെന്നൊക്കെയുള്ള എൻ്റെ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ എവിടെയാണ് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കണം. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അതും കൂടെ ഞാനങ്ങ് പറയാം എന്തിനാണ്. ഇപ്പം നമുക്ക് പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓൾ പേജസിൻ്റെ അകത്ത് പോയിട്ട് പേജസിന് നമ്മൾ SEO ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞാൻ ഹോം പേജിന് SEO ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരും. അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? കാണുന്നുണ്ടോ ടൈറ്റിൽ? നമ്മൾ അതിന് വേണ്ടിയിട്ട് യോസ്റ്റ് SEO എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതെവിടെയാണെന്നുള്ളതും കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് അത് മാത്രമാണ് കാണിച്ചത്. ഞാൻ പോസ്റ്റിൽ പോയിട്ട് കാണിച്ചു തരാം. പോസ്റ്റിൽ പോയിട്ട് ഇപ്പോൾ ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗ്സാണ്. സോ ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. എല്ലാ ബ്ലോഗിനും നമുക്ക് ടൈറ്റിൽ ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ടൈറ്റിലുണ്ട്, സ്ലഗ് ഉണ്ട്. സ്ലഗ് മീൻസ് URL ആണ്. pradeepbala.com/ കഴിഞ്ഞ് വരുന്ന സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ SEO അനാലിസിസ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് SEO ആണ്, റീഡബിലിറ്റി ഗുഡ് ആണ്. സോ ഇവിടെ കുറച്ചുകൂടെ ഗ്രീൻ ആക്കാം. അത് നമ്മൾ കുറച്ചുകൂടെ റീവർക്ക് ചെയ്യേണ്ടതുണ്ട്. കണ്ടന്റ് റീവർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വരുത്താൻ വേണ്ടി ഈ ഒരു സെക്ഷൻ വരണമല്ലോ. ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്യാനുള്ള സെക്ഷൻ എല്ലാ പേജിനും താഴെയുണ്ട്. അത് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് യോസ്റ്റ് SEO എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ആഡ് ചെയ്യണം. അതിന് ഇതിൻ്റെ അകത്ത് പ്ലഗിൻസിൻ്റെ അകത്ത് പോയിട്ട് ആഡ് ന്യൂ കൊടുത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ. ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് അകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. YOAST യോസ്റ്റ്. കണ്ടോ? യോസ്റ്റ് SEO എന്ന് പറയുന്ന പ്ലഗിൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ടോസ്റ്റ് എന്നായി വെയിറ്റ് ചെയ്യൂ. യോസ്റ്റ് SEO എന്ന് പറയുന്ന പ്ലഗിൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഡീആക്ടിവേറ്റ് ആവും. മനസ്സിലായോ? പുതിയൊരു പ്ലഗിൻ ഞാൻ ജസ്റ്റ് ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്ത് കാണിക്കാം. ഓൾ ഇൻ വൺ
SEO ഇത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഇതിലാണ് കിടക്കുന്നത്. സോ ഞാൻ പ്ലഗിൻസിൽ പോയിട്ട് ആഡ് ന്യൂ പ്ലഗിൻ കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഓക്കെ, ലോഡ് ആവാൻ കുറച്ച് ടൈമുണ്ട്. നമ്മുടെ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിയിട്ട് 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് പ്ലഗിൻ ഉണ്ട്. നോക്കട്ടെ, ഇൻസർട്ട് IN ഓക്കെ, ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലഗിൻ വന്നിട്ടുണ്ട്. സോ ഇത് ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലാതേണ്ടേ, വെബ് കോഡ് ഇൻസർട്ട് ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ആണ്. ഇതിപ്പം ഓൾറെഡി ആക്ടിവേറ്റ് ആണ്. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ആകും. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻസ് റേറ്റിംഗ് ഉള്ള പ്ലഗിൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? ഞാൻ വേറൊരു പ്ലഗിൻ നിങ്ങളെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുക, എങ്ങനെയാണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംഭവം വന്നത്. ഇപ്പോൾ ഇൻസർട്ട് സ്ക്രിപ്റ്റ് ഇൻ ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസർട്ട് ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാന്ന് പറയാം, എല്ലാം ആഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഓക്കെ, ടാഗ് മാനേജർ ഹെഡ് ബോഡി ആൻഡ് ഫുട്ടർ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്ക് ആക്ടിവേറ്റ് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി, സിമ്പിൾ പരിപാടിയാണ്. വേർഡ് പ്രസ് ആണ് SEO ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കട്ട സിമ്പിളാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും പ്ലഗിൻസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മീൻസ് സെറ്റ് ചെയ്തങ്ങ് പോയാൽ മതി. മനസ്സിലായി? ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുക്കുക. ആക്ടിവേറ്റ് എഴുതാൻ ഈ ടാഗ് മാനേജർ എന്ന് പറഞ്ഞ സാധനം സെറ്റായി. ടാഗ് മാനേജർ എന്തിൻ്റെ പർപ്പസിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ടാഗ് മാനേജർ പറയുമ്പോൾ പറഞ്ഞുതരാം. ടാഗ് മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കോഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഡിംഗ് ടൈം ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ SEOക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോഡുണ്ട്, സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത സമയത്ത് ലോഡിംഗ് ടൈം ഇഷ്യൂസ് വരാം. സോ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ടാഗ് മാനേജർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ടാഗ് മാനേജറിൻ്റെ അകത്ത് നമ്മൾ കോഡെല്ലാം കൂടെ വാരിയിടും. സോ നമ്മുടെ വെബ്സൈറ്റിന് അത്രയും ഇഷ്യൂസ് വരത്തില്ല. നമുക്ക് ടാഗ് മാനേജർ എവിടെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത് നോക്കട്ടെ. ഗൂഗിൾ ഇപ്പം പുതിയതായിട്ട് ഇട്ടത് യോസ്റ്റ് SEO എവിടെ ടാഗ് G ടാഗ് ഓൾ ഇൻ വൺ. ഒരു മിനിറ്റ്, ഓക്കെ, വേണ്ട ടാഗ് മാനേജർ. സോ നമുക്കിവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ പ്ലഗിൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ യോസ്റ്റ് SEO എന്ന് പറയുന്ന പ്ലഗിൻ യൂസ് ചെയ്താണ് നമ്മൾ വേർഡ്പ്രസിൻ്റെ അകത്ത് SEO ചെയ്യുന്നത്. ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു നല്ല രീതിയിലുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു. ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ലൈവിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.